എന്തൊക്കെയാണ് ഇന്നത്തെ പച്ചക്കറി വിഭവങ്ങൾ? മോരുകറി, ഊറുക, പപ്പടം, തോരൻ, മെഴുக்கு വരട്ടി எல்லாமே ரெடி. உனக்கு பிடிச்ச மாதிரி பொட்டேட்டோ வேணா நம்ம எண்ணெயில இட்டு ஃப்ரை பண்ணலாம். ഓ വേണ്ട ആന്റി, ഇത്രയും കറി ഉണ്ടല്ലോ, അത് മതി. സത്യം പറഞ്ഞ ആന്റി, ആന്റിന് ഇപ്പോഴാണ് ഒന്ന് മനസ്സമാധാനത്തോടെ ആന്റിയുടെ ഇഷ്ടത്തോടെ ജോലി ചെയ്യുന്നത് കാണുന്നത്. அது சத்தியம் லட்சு. அம்மா படவலத்துல இடையில போவாங்கல்ல, அப்போ இதே மாதிரி எனக்கு ரொம்ப மன நிம்மதி. என்னன்னா நமக்கு பிடிச்ச மாதிரி என்னோட விருப்பத்துக்கு எல்லா வேலையும் செய்யலாம்ல. അതെന്താന്നറിയോ, അമ്മൂമ്മ പടവലത്തെ വീട്ടിൽ ഇത്രയും നാൾ ഒറ്റയ്ക്കല്ലേ പണിയൊക്കെ എടുത്തോണ്ടിരുന്നേ. അങ്ങനെ ചെയ്ത് അത് ശീലമായി. ആ ശീലമാണ് ഇവിടെ കൊണ്ടുവരാൻ നോക്കുന്നത്. வேற பிரச்சனை எல்லாம் இல்ல. என்னன்னா இப்ப நம்ம கோவத்துல ஏதாவது ஒரு வார்த்தை சொன்னேன்னு வச்சுக்கோ, அது அப்படியே அவங்க மனசுல போட்டு வைப்பாங்க. அதுதான் பிரச்சனையே. அம்மா, உங்களுக்கு ஏதாவது வேணுமா? நான் அது கேட்கணும் சொல்லிட்டு அது நினைச்சிட்டு அப்படியே அங்க வரணும்னு நினைச்சிட்டு இருந்தேன். നിങ്ങൾ രണ്ടുപേരും ഞാൻ നടന്നു വന്നപ്പോ എന്നെ പറ്റി എന്താ പറഞ്ഞേ? പണിപാളി ഇതെന്തോന്ന് കഥകളുടെ മുദ്ര? കരയാന്റി, അമ്മൂമ്മ എന്താ പറയുന്നറിയോ? ഈ മൗനവ്രതം എന്ന് പറയുന്നത് വിശ്വാസം മാത്രമല്ല, അത് സത്യമുള്ളൊരു കാര്യമാണെന്ന് അല്ലേ? അത് മാത്രല്ലേ ചേച്ചി, മൗനവ്രതം എടുത്താൽ വേറെ പല ഗുണങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ നാക്കിനെ കൺട്രോൾ ചെയ്യാം, നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാം, അങ്ങനെ പലതും. ഇത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമൊന്നും അല്ല, പ്രത്യേകിച്ച് അമ്മൂമ്മയെ കൊണ്ട്. നമ്മൾ രണ്ടുപേരും മൗനവ്രതം എടുക്കണമെന്ന് അല്ലേ? ആണെന്നാ എടുക്ക. அதில்ல, நம்ம ரெண்டு பேரும் என்ன சமைக்கிறோம்னு கேக்குறாங்க. ஓ அப்படி இல்லம்மா, நாம ரெண்டு பேரும் மௌன விரதம் எடுக்கணும், அதுதானே நீங்க சொல்லிட்டு வரீங்க. അമ്മൂമ്മ നല്ല ദേഷ്യത്തിലാ പോയെ. നീ വടിയും കൊണ്ട് വരുമെന്ന് ആർക്കറിയാം? അതൊന്നും അല്ല. അമ്മൂമ്മ അടുക്കളയിലോട്ട് വന്നപ്പോഴത്തേക്ക് ഞാനും കനകാന്റി എന്താണ് സംസാരിച്ചോണ്ടിരുന്നതെന്ന് അമ്മൂമ്മയ്ക്ക് അറിയണം. അതാണ് ഈ ചോദിച്ചോണ്ടിരുന്നത്. അയ്യോ ലച്ചു, ഞാൻ சொன்னது മുഴുസ அவங்க കേട്ടിട്ടാங்களா? മുഴുസ കേട്ടോ പകുതി കേട്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും നമ്മുടെ കാര്യം തീരുമാനമായെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അമ്മൂമ്മയെ പറ്റി വല്ല കുറ്റവും പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു? കുറ്റമായിട്ടല്ല പറഞ്ഞത്, പക്ഷെ കേട്ടോണ്ട് വന്ന ആർക്കും അത് കുറ്റമായിട്ടേ ഫീൽ ചെയ്യൂ. കൺഗ്രാജുലേഷൻസ്, തേഞ്ഞു. ഒരാഴ്ച അമ്മൂമ്മ മൗനവ്രതം എടുത്തായിരുന്നെങ്കിലേ നല്ലായിരുന്നേ. എന്റെ പൊന്നു മക്കളെ അടങ്ങിയിരി. ഒരാഴ്ച എങ്ങാനും മൗനവ്രതം എടുത്താണ്ടല്ല, ആ ഒരാഴ്ച പറയാൻ പറ്റാത്ത മുഴുവൻ കാര്യം എഴുതി വെച്ചിട്ട് അടുത്തൊരു കൊല്ലത്തേക്ക് രാവ് പകലില്ലാണ്ട് അമ്മൂമ്മ തന്നെ പറഞ്ഞോണ്ടിരിക്കും. കേക്കണം? വേണ്ട. அப்படின்னா நம்ம ஒண்ணு செய்யலாமா? இந்த மௌன விரதம் எடுக்கிறது உடம்புக்கு நல்லதுன்னு அம்மாவை சொல்லி வைக்கலாம். എന്നിട്ട് ഒരു വർഷം അമ്മാവ മൗന വ്രതം എടുക്ക വെക്കണം. என்ன சொல்றீங்க? ഒരു വർഷം മൗനവ്രതം നടന്നല്ലേ? നമ്മളിത് പറയുമ്പോ തന്നെ അമ്മൂമ്മയ്ക്ക് മനസ്സിലാവും നമ്മൾ പണി കൊടുക്കുന്നതാണെന്ന്. ഇതിപ്പോ വൈകുന്നേരം 6 മണി വരെ കാണത്തുള്ളായിരിക്കും അല്ലേ മൗനവ്രതമൊക്കെ. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം ആലോചിക്കാൻ പോലും പറ്റത്തില്ല. എന്തായാലും അമ്മൂമ്മ മിണ്ടായിരിക്കുന്നോണ്ട് ഈ വീട്ടിൽ മൊത്തത്തിൽ ഒരു സമാധാനം ഉണ്ട് അല്ലേ ചേച്ചി? ഇതെന്തോന്ന് പടയാളത്തെ വസ്തു ഞങ്ങളുടെ പേരിൽ എഴുതി തന്നതിന്റെ പ്രമാണമാണോ? ഞാൻ നിനക്കൊക്കെ ഉണ്ടാ എഴുതി തരൂ. നമുക്കൊക്കെ ഉണ്ട് എഴുതി തരും. മാനത്തേക്ക് നോക്കി ഇരുന്നോളാൻ. മാനത്തേക്ക് നോക്കിയിരിക്കുന്ന കാര്യം ഞാൻ കഴിഞ്ഞിട്ടതാ. വായിച്ചു കൊടുക്കും. കനകം, ലച്ചു രണ്ടുപേരും കൂടി എന്നെ എന്തോ പറഞ്ഞു, അതെനിക്ക് മനസ്സിലായി. ലച്ചുവിന്റെ കാര്യത്തിൽ വ്രതം കഴിഞ്ഞാൽ ഒരു തീരുമാനമാക്കി തരാം. സന്തോഷം. കനകം പേടിക്കണ്ട. സമാധാനം. നാളെ രാവിലത്തെ ആദ്യത്തെ ട്രെയിനിൽ മധുരയ്ക്ക് പോകുന്നതായിരിക്കും നല്ലത്. അയ്യോ, ഞാൻ പോകട്ടെ. മധുര മീനാക്ഷി കാപ്പാത്ത്.